നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2ൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. പ്രീ കണ്ടീഷനിങ് എഫക്റ്റ് ഓഫ് ദ വോളറ്റൈൽ അനസ്തെറ്റിക് ഏജൻസ്. അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത് സീരിയസ് പ്രോബ്ലമാണ്, കാർഡിയക് അറസ്റ്റ് സംഭവിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഷീമിയ അല്ലെങ്കിൽ എന്താ പറയുക നോൺ കാർഡിയക് സർജറിക്കൊക്കെ നമ്മൾ മെയിനായിട്ട് വൈറ്റൽ ഓർഗനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാർഡിയോപ്പറേറ്റീവ് ഫിനോമിന ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് എന്താണ് 1986 അതുപോലെ തന്നെ അതിൽ എന്താ പറയുക ഇഷമിക് എപ്പിസോഡ്സും അതായത് മയോകാർഡിയയിൽ ഉണ്ടാവുന്ന ഓക്സിജനേഷൻ്റെ വേരിയേഷൻസ് ഒക്കെ നമ്മൾ പറയണു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇഷമിക് പ്രീ കണ്ടീഷനിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓൾറെഡി നമ്മളിതൊരു ഇഷമി ഉണ്ടാവണം, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. അതിനാണ് ഇഷമിക് പ്രീ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. വെരി എഫക്റ്റീവ് അല്ല, അല്ലെങ്കിൽ വെരി ഈസി അല്ല ക്ലിനിക്കലി ചെയ്യേണ്ടത്, അപ്പോൾ വേഴ്സാണ് ചെയ്യാം അത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വെച്ചാൽ മയോകാർഡിയത്തിലെ ATPൻ്റെ ലോവർ ലെവൽ അതായത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹൈ ലെവലൊക്കെ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ റീപെർഫ്യൂഷൻസ് ഉണ്ടാവാം. അതായത് ഇഷമിക് പ്രീ കണ്ടീഷന് വീണ്ടും ബ്ലഡ് ഫ്ലോ റീസ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ നോർമലായിട്ട് ആവുന്നത്. അപ്പോൾ ഇഷമിക് പ്രീ കണ്ടീഷനിങ് എന്നുള്ളത് ഡിഫിക്കൽട്ടാണ് അല്ലേ ഇങ്ങനെയൊക്കെ പ്രാക്ടീസിൽ ചെയ്യുമ്പോൾ. ഫാർമക്കോളജിക്കലി പ്രീ കണ്ടീഷനിങ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്തു തുടങ്ങിയത് ഇപ്പോൾ ജനറലായിട്ട് മയോകാർഡിയൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അനസ്തെറ്റിക് ഏജൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതായത് എന്താണ് കാൽഷ്യം ഇൻഫ്ലക്സ് കുറച്ചിട്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ എഫക്റ്റ് അതായത് അതിൻ്റെ എഫക്റ്റ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ സിഗ്നലിങ്, പിന്നെ അതുപോലെ തന്നെ ഫാർമക്കോളജിക്കൽ പ്രീ കണ്ടീഷനാണ് ആക്ടിവേറ്റേഴ്സ് പ്രോട്ടീൻ കൈനേസ് എഗോണിസ്റ്റ് അഡ്നോസിഡ് റിസപ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആണ് നമ്മളത് പ്രീ കണ്ടീഷൻ ചെയ്യുന്നത്. പിന്നെ എത്തൈൽ ആൽക്കഹോൾ അസറ്റൈൽ കൊളൈനൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ കുറേ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല പ്രൊട്ടക്റ്റീവ് എഫക്റ്റിന്, കാരണം അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ ഉള്ള കാരണം. ഓൾദോ എക്സ്ട്രാക്ട് മെക്കാനിസം എന്താ നമുക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ അനസ്തെറ്റിക് പ്രീ കണ്ടീഷൻ എന്താണ് നമ്മുടെ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കണതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതായത് ഫസ്റ്റ് 2 minutesലൂടെ തന്നെ നമ്മളിത് ചെയ്യണം പെർഫ്യൂഷൻ പീരീഡിൻ്റെ ഇടയിൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 hours ആൻഡ് ലേറ്റ് പ്രീ കണ്ടീഷനിങ് എന്താണ് വീണ്ടും 24 മണിക്കൂർ വീണ്ടും വരും. അപ്പോൾ 72 hours വരെ ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയണത് കേട്ടോ. അതായത് പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാവും എന്നാണ് പറയണത്. ഫാസ്റ്റ് ട്രാക്ക് കാർഡിയക് അനസ്തേഷ്യ അതായത് 50 CA മാനേജ്മെൻറ്റിൻ്റെ അതായത് റാപ്പിഡ് റിക്കവറി സർജറിയുടെ അപ്പുറത്തിന് ശേഷം റാപ്പിഡ് റിക്കവറിയാണ് മെയിനായിട്ട് അതിന് നമ്മൾ ഉദ്ദേശിക്കണതെന്ന് പറയണു. അതായത് ഇൻട്രാപ്പറേറ്റീവ് ആയിട്ടുള്ള നർക്കോട്ടിക് മെയിനായിട്ട് എന്താ പറയുക 50 CA ഫാസ്റ്റ് ട്രാക്ക് കാർഡിയക് അനസ്തേഷ്യക്ക് നമുക്ക് പെയിൻ കൺട്രോൾ അല്ലെങ്കിൽ റിക്കവറി പീരീഡിന് കൂടുതലായിട്ട് യൂസ്ഫുൾ ആണെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിലേ എന്ന് പറയുന്നത് മെയിനായിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുണ്ടാവാം. ഏജ്, ഫീമെയിൽ സെക്സുകാർക്ക് അതായത് ലോ നർക്കോട്ടിക്സിന് ലോ ഡോസേജ്, അതുപോലെ തന്നെ ഇൻഹേലേജൻ്റെ ബാലൻസ് ഒക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഈ നർക്കോട്ടിക്സ് ഒക്കെ നമ്മൾ മെയിനായിട്ട് പെയിൻ കൺട്രോളിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറേ അരിത്തീമ ഉണ്ടാവാം, അതുപോലെ തന്നെ പൾമണറി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം എന്ന് പറയുന്നു. അതായത് ഏർലി ട്രക്കിൽ ഇൻറ്റുബേഷൻ ഒരു ബോഡി ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയാൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. 38 degree Celsius ഒക്കെ ആകുമ്പോൾ അഡിക്കേറ്റഡ് ആർട്ടറി ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ബ്രീത്തിങ് ഒക്കെ എന്താണ് റിപ്പോർട്ട് കൂടി നോർമലൈസ് ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയണത് റീജിയൻ അനസ്തെറ്റിക് ടെക്നിക്കാണ്. അതായത് അനസ്തേഷ്യോളജിയുടെ ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ചിട്ട് കാർഡിയക് സർജറിയുടെയും ഔട്ട്കംസിന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. കൊറോണറി പെർഫ്യൂഷൻസോ മയോകാർഡിയൽ ഓക്സിജൻ്റെ ബാലൻസ് കൂട്ടാനൊക്കെ നമ്മൾ എന്താ പറയുക ഓൾറെഡി എക്സ്റ്റുബേഷൻ അല്ലെങ്കിൽ ഒരെണ്ണം എപ്പിഡ്യൂറൽ ഹെമറ്റോമ അല്ലെങ്കിൽ എന്താ പറയുക ആൻജിന ആൻറ്റികോഗുലേഷൻ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഇതൊക്കെ മെയിനായിട്ട് സിസ്റ്റമിക് ആയിട്ടുള്ള ഹൈപ്പർടെൻഷനൊക്കെ നമുക്ക് മെയിനായിട്ട് കറക്റ്റ് ഈസി അല്ല. അപ്പോൾ ബെനിഫിഷ്യൽ എഫക്റ്റ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കുറേ പ്രോപ്പറായിട്ട് സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണു. ഹെമറ്റോമിയോ അല്ലെങ്കിൽ എന്താ സ്പിങ്കൽ സ്പൈനൽസ് ഇഞ്ചക്ഷനിലൂടെ. അപ്പോൾ കാർഡിയക് സർജിക്കൽ പേഷ്യൻസിന് പൾമണറി കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഇതാണ് മോഡേൺ അനസ്തെറ്റിക് ക്യാൻ ബി പ്രൊവൈഡ് ബെനിഫിഷ്യൽ എഫക്ട്സ് ഇതിനെക്കാട്ടിലും എക്സ്റ്റുബേഷനെക്കാട്ടിലും എന്നാണ് പറയണത് കേട്ടോ.
അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യനൊക്കെ എഫക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്. ചില സമയത്ത് അത് അൺഎഫക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ ജനറൽ അനസ്തേഷ്യയിലോട്ട് പോകുമെന്ന് പറയണു. അവയർനെസ് ആൻഡ് റീകോൾ കാർഡിയക് സർജറി പേഷ്യൻസ് ഇൻക്രീസ് റിസ്ക് ആണ്. എന്തിന്? അവയർനെസ് ആൻഡ് റീകോൾ എന്ന് പറയുന്നത് അതായത് കാർഡിയോ ഡിപ്രസൻറ്റോ അല്ലെങ്കിൽ ഹാർട്ടായിട്ട് അതായത് സർജിക്കൽ മാനിപ്പുലേഷൻ ഹാർട്ട് ആൻഡ് ഗ്രേറ്റ് വെസൽസിൽ എന്താണ് ലൈറ്റ് അനസ്തേഷ്യ പീരീഡ്സ് ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഡ്യൂറിങ് കാർഡിയോ പൾമണറി ബൈപ്പാസ് അതായത് കാർഡിയക് സർജിക്കൽ പേഷ്യൻസ് എപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവുക, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക 2 യൂണിറ്റ്സിന് RBCയുടെ എന്താ പറയുക വെൻട്രിക്കുലർ പെർഫറേഷൻസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ RBC കാര്യങ്ങളൊക്കെ റെഡിലി അവൈലബിൾ ആവണം. അങ്ങനെ കുറവാണെങ്കിൽ അതുപോലെ തന്നെ എലവേറ്റഡ് ആയാലും അവരുടെ ടേബിളിൽ അവരുടെ ഇൻറ്റേർണൽ മെമ്മറിയൻ ആർട്ടറി ഒന്ന് ഓപ്പറേറ്റീവ് ടേബിൾ ഒന്നില്ലെങ്കിൽ എലവേറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക. അവരുടെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആൻറ്റി കോഗുലേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ആൻറ്റി കെസിക്ക് അനുസരിച്ച് പ്രോട്ടീൻ ടൈമിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഡോസ് കൊടുക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ അനുസരിച്ചിട്ട് ഇൻഡിക്കേറ്റ് ഇൻ കേസ് ഓഫ് റെസിസ്റ്റൻസ് ഓവർ 1 യൂണിറ്റ് ഓഫ് FFP വെച്ചിട്ടാണ് നമ്മൾ എന്തായാലും ആ ഒരു പ്രോട്ടീൻ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്രോട്ടീനാണ് മെയിനായിട്ട് പോപ്പുലർ ഏജൻറ്റ്. എന്തിനാണ്? അതായത് സേഫ്റ്റി കൺസേൺ വെച്ചാൽ അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കാറില്ല. ബ്ലീഡിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആൻറ്റികോഗുലൻ്റ് യൂസ് ചെയ്തത് കാരണം അത് ഡെത്ത് വരെ ഉണ്ടാവണു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഹെപ്പറൈനൈസേഷൻ അയോട്ടിക് ആനലേഷൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് അരവടിയിൽ ഒരു ഡിസീസും ഇല്ല എന്ന് പറയുമ്പോഴാണ് ചെയ്യണത്. മയോകാർഡിയൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണമെന്ന് വെച്ചാൽ ആൻറ്റിഗ്രീഡ് റെട്രോഗ്രീഡ് കാർഡിയോപ്ലേജിയ അല്ലെങ്കിൽ മസിൽസിൻ്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കാർഡിയോ പൾമണറി ബൈപ്പാസിൽ പമ്പ് ഫ്ലോസ് ടെമ്പറേച്ചർ ഗ്ലൂക്കോസ് കൺട്രോൾ ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് മാനേജ്മെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്സിജൻ ഡെലിവറിയാണ് ഫസ്റ്റ് നോക്കേണ്ടതെന്നാണ് ആദ്യം പറയുന്നത്. ഓക്കെ, ഓക്സിജൻ ഡെലിവറി എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ പമ്പ് ചെയ്യണം. അതായത് DO2 എന്ന് പറയുന്നത് പമ്പ് ഫ്ലോ ഇൻറ്റു എന്താണ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ പ്ലസ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഇൻറ്റു സാച്ചുറേഷൻ ഇൻറ്റു 1.36 പ്ലസ് 0.3 ഇൻറ്റു ആർട്ടീരിയൽ ഓക്സിജൻ ടെൻഷൻ. ഇതാണ് മെയിനായിട്ട് 0.003 കേട്ടോ. ഓക്കെ, അതായത് ബ്ലഡ് ഫ്ലോ കൂടുകയാണെങ്കിൽ ഹെമറ്റോക്രിറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടണം, ഹീമോഗ്ലോബിൻ്റെ സാച്ചുറേഷൻ കൂട്ടണം. അങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ ഫ്ലോ കാർഡിയാക് എന്താ പറയുക കൊറോണറി എന്താ പറയുക CPBയിൽ ചെയ്യണതെന്ന് പറയണം കേട്ടോ. പിന്നെ അതുപോലെ ഓക്സിജൻ CPBയുടെ സമയത്ത് കൂടുതൽ കുറവായിരിക്കും അനസ്തറ്റൈസ് ചെയ്തത് കാരണം. ഓക്കെ, അപ്പോൾ DO2 കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തത് ഓക്സിജൻ എക്സ്ട്രാക്ഷൻ റേഷ്യോ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. മാക്സിമം എക്സ്ട്രാക്റ്റഡ് റേഷ്യോ എടുത്തുന്നത് VO2 ഓക്സിജൻ കൺസപ്ഷൻ്റെ മെയിൻ സ്റ്റേബിൾ അല്ലാത്ത സമയത്താണ് മെയിനായിട്ട് ഉണ്ടാവുക. അതായത് മെയിനായിട്ട് ബ്രെയിൻ ഓക്സിജൻ കിഡ്നിയിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഓക്സിജൻ സപ്ലൈ പ്രോപ്പറായിട്ട് എത്തണമെന്നാണ് പറയണത് കേട്ടോ. പിന്നെ പറയുന്നത് ഹീമോഡയലൂഷൻ എന്ന് പറഞ്ഞാൽ CPBയിലെ ഓഫ്സെറ്റ് അതായത് ബ്ലഡ് ടെമ്പറേച്ചർ കുറയുക വിസ്കോസിറ്റി കാരണം കൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെമോക്രറ്റിക് ലെവൽ കുറയും. അപ്പോൾ അതിനനുസരിച്ച് അതായത് മെയിനായിട്ട് അതായത് അതിനനുസരിച്ചുള്ള ഒപ്റ്റിമൽ ലെവൽ ഹെമറ്റോക്രിറ്റിൻ്റെ അറിയാത്തതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊന്ന് എന്താണ് ഇഷ്യൂമിയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രീം ഹീമോഡയലൂഷനാണ് മെയിനായിട്ട് ചെയ്യണത്. എൻ്റെ എൽഡർലി ചെയ്യാൻ പാടില്ല. ഏകദേശം എൽഡർലിയിൽ ഒരു ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളതാണ് ചെയ്യുന്നത്. ഹെപ്പാരിൻ കോഡഡ് ആയിട്ടുള്ള ബൈപ്പാസ് സർക്യൂട്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഹീമോഡയലൂഷൻ അതായത് അതെന്താണ് എങ്ങനെ നമുക്കിതിൻ്റെ അനീമിയ പോലുള്ള കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാൻ നോക്കാം. ഒന്ന് വോളിയമായിട്ടുള്ള ക്രിസ്റ്റലൈഡ് അഡ്മിനിസ്ട്രേഷൻ്റെ അളവ് കുറയ്ക്കുക, അതുപോലെ തന്നെ ട്യൂബിങ് സൈസ് കുറയ്ക്കുക എന്നാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇൻട്രാഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഹീമോഡൈനാമിക്സ് അതായത് മൊത്തത്തിൽ നമ്മൾ മൈക്രോ വാസ്കുലർ ഡിസീസൊക്കെ നമ്മൾ മെയിനായിട്ട് ഡിമെൻഷ്യ അല്ലെങ്കിൽ അമ്നീഷ്യൊക്കെ ഉണ്ടാക്കും.
അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ എന്താണ് സ്റ്റിഫ്നെസ്സും അല്ലെങ്കിൽ നമ്മൾ CVD കാർഡിയോവാസ്കുലർ ഡിസീസും ഓക്സിജൻ ബാലൻസ് ഒക്കെ സർജറി സമയത്ത് ഉണ്ടാവാം. അതുപോലെ തന്നെ ജുഗ്ലാർ വീനസ് ബൾബ് മോണിറ്ററിംഗ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലോ റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ അനസ്തേഷ്യ അല്ലെങ്കിൽ നമ്മുടെ FiO2 അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ബ്ലഡ് പ്രഷറൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം. ഏകദേശം ഒരു 50 mmHg ആണ് ഇനി മോണിറ്റർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. 70 year old ആണെങ്കിൽ 80 mmHg, 80 year old ആണെങ്കിൽ ഏകദേശം 70 to 80 ആകുമ്പോൾ 80 mmHg വരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. പിന്നെ ഒപ്റ്റിമം MAP മെയിനായിട്ട് എന്താണ്, ഡിസിഷൻ ഷുഡ് ബി മെയിനായിട്ട് ഇൻഡിവിജ്വൽ കേസിൽ ഹൈ റിസ്ക് പേഷ്യൻസിനൊക്കെ ഹയർ പ്രഷറാണ് ബൈപ്പാസിന് ഉണ്ടാവുക എന്നാണ് പറയണത് കേട്ടോ. അതായത് അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പെർഫ്യൂഷൻസ്, ഹയർ പമ്പ് ഫ്ലോ റേറ്റ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ മിനിമലി സേഫ് പമ്പ് ഫ്ലോ റേറ്റ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കോമൺ ആയിട്ടുള്ള ഫ്ലോ റേറ്റ് യൂസ് ചെയ്യണു. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ നമ്മൾ ചെയ്യാതേ പറ്റുള്ളൂ. അതായത് പ്രൊട്ടക്ഷൻ, ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ അതായത് ഓരോന്ന് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻ, സിനാപ്റ്റിക് ആക്ടിവിറ്റി അങ്ങനെയൊന്നും നോർമൽ ആവില്ല. അതേപോലെ തന്നെ ഹൈപ്പോതെർമിയ മെയിനായിട്ട് ഉണ്ടായില്ലെങ്കിൽ വാം ബ്ലഡൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും റീവാം ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ബ്രെയിനിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെന്താണ്, എന്തൊക്കെ ചെയ്യാമെന്ന് പറയണം ഹൈപ്പോതെർമിയ എങ്ങനെ ഉണ്ടാവാതിരിക്കാം? ഒന്ന്, സെറിബ്രൽ മെറ്റബോളിസം കുറയ്ക്കുക, ഫ്രീ റാഡിക്കൽസിൻ്റെ സെപ്പറേറ്റ് ചെയ്യുക, ഓക്സിജൻ സപ്ലൈ ഡിമാൻഡിന് ഫേവറബിൾ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ എക്സൈറ്ററി അമിനോ ആസിഡ്സിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് നോക്കുമ്പോൾ അമിനോ ആസിഡ്സിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടൊന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് കൺട്രോളും ചെയ്യണം. അതായത് നമുക്ക് എന്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഹൈപ്പോതെർമിക് പേഷ്യൻസിന് ഇത് കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അതായത് ഓരോന്നിനും അവരുടെ മെയിനായിട്ട് അനാലിസിസ് കാർഡിയോ സർജിക്കൽ പേഷ്യൻസിന് ഗ്ലൂക്കോസ് കൺട്രോൾഡ് ആയാൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം അവർക്ക് ഹൈപ്പർഗ്ലൈസീമിയ കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിനനുസരിച്ച് അവരുടെ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഗ്യാസ് മാനേജ്മെൻറ്റ്. അതായത് അവരുടെ ബോഡിയിലുള്ള ഗ്യാസ് PaCO2 അല്ലെങ്കിൽ പാർഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവല് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എക്സ്ചേഞ്ച് ഒക്കെ നോർമലൈസ് ചെയ്യണം. കാരണം സെറിബ്രൽ ഫ്ലോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാണ്. പിന്നെ കാർഡിയക് സർജറീൻ്റെ വരുന്ന അഡ്വേഴ്സ് ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആർട്ടീരിയൽ ഫൈബ്രലൈസേഷൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ആർട്ടീരിയൽ ഫൈബ്രേഷൻ, ഡയബറ്റിസ് മെലൈറ്റിസ്, റിസ്ക് ഫാക്ടേഴ്സിൽ പറഞ്ഞതാണ് ഇതൊക്കെ കേട്ടോ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആർട്ടീരിയൽ ഫൈബ്രേഷൻ എന്ന് വെച്ചാൽ അരിത്തീമിയ കാരണം വരുന്നത്. മെയിനായിട്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവാം, സ്ട്രോക്ക് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അതായത് വേരിയസ് അഡ്വേഴ്സ് ഇവൻറ്റ്സ് കണ്ടിട്ട് ഉണ്ടാവാം എന്ന് പറയുന്നു. റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് മെയിലുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്, മെയിൽ ജെൻഡറിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി, അതേപോലെ തന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് മെയിനായിട്ട് ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം? ഒന്ന് ബീറ്റ ബ്ലോക്കേഴ്സ്, അമിയോഡ്രെറൈൻ അല്ലെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, മാഗ്നീഷ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ എന്താണ്, ബീറ്റ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ ബ്രാഡികാർഡിയ അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് എഫക്റ്റ് ഉണ്ടാക്കണു. അമിഡോക്രൈൻ ആണെങ്കിൽ മെയിനായിട്ട് എന്താണ്, കാനാഡിയൻ കാർഡിയോ സൊസൈറ്റിയാണ് എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ബീറ്റ ബ്ലോക്കേഴ്സ് പറ്റാത്തവർക്ക് കൊടുക്കുക. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമുക്ക് എന്താണ് മോർട്ടാലിറ്റി കുറച്ചിട്ട് ഇഷിമി കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നടക്കും. മെഗ്നീഷ്യം ആണെങ്കിലും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്താ പറയുക ഡെഫിഷ്യൻസി പേഷ്യൻസിന് ചെയ്യാം. പിന്നെ അതേപോലെ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് എന്താ വെച്ചാൽ പെരിക്കാർഡിയൽ എഫ്യൂഷൻസ് ഒക്കെ നമ്മൾ മെയിനായിട്ട് ഇതിന് എന്താ റീസണായിട്ട് പറയാമെന്ന് പറയണു. പിന്നെ അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് പെരിക്കാർഡിയൽ എഫ്യൂഷൻസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് കോസാണ് POF-ൻ്റെ കേട്ടോ. പിന്നെ അതിന് POF-ൻ്റെ എന്താണ് വൈബ്രേഷൻ എന്താണ് റീസണായിട്ട് മെത്തേഡ് എന്താ ചെയ്യണം, അമിഡോക്രൈനും അല്ലെങ്കിൽ ഡ്രഗുകളാണ് മെയിൻ. ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് മിനിമം റേറ്റ് കൺട്രോള്, എത്രയാണ് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ എന്താ റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഹാർട്ട് റിതം, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടിവേർഷൻസ്, അതായത് നമ്മുടെ കോൺട്രാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡയസ്റ്റോളിക് ആയിട്ടുള്ള കാർഡിയക് കോൺട്രാക്ഷൻസും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ POS ഫൈബ്രിലേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ് ആൻഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും
CABG, അതായത് പോസ്റ്റ് ഗ്രാഫ്റ്റിങ്ങിന് പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അത് എന്തായാലും ഹൈ ഡോസ് ഹെപ്പാരിൻ ഒക്കെ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് കോഗുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ. ല്യൂക്കോഫൈബ്രിലേഷൻ, അൾട്രാഫിൽട്രേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷനും ഉണ്ടാവാം, അതുണ്ടാവണം. അതായത് മെയിനായിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് മെയിനായിട്ട് എന്താ പറയുക വെച്ചാൽ സർക്കുലേറ്ററി അല്ലെങ്കിൽ ഹൈപ്പോതെർമിക് പേഷ്യൻസിനാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. അതായത് മെയിനായിട്ട് ന്യൂറോകോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷന് സർജറിക്ക് ശേഷമൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എന്നാണ് പറയണത് കേട്ടോ. ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, പേഷ്യൻ്റ് റിസ്ക് ഫാക്ടേഴ്സ് എന്താ പറയുക, എഡ്യൂക്കേഷൻസ് കുറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. CPBയുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ CPB ബ്ലഡ് ഗ്ലാസ് മാനേജ്മെൻ്റ് ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിന് എന്താ പറയുക സർജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയണത്. പ്രിവെൻഷൻ എന്താണെന്ന് വെച്ചാൽ CPB, ബ്ലഡ് ഗ്ലാസ് മാനേജ്മെൻറ്റ്, സെറിബ്രൽ എംബോളിസം, അതുപോലെ തന്നെ സെൽ സ്ലേവേജ്, വാൽവ് സർജറി, ഹീമോഡയലൂഷൻ, അയോട്ടിക് ആർത്രോസ്ക്ലിറോസിസ്, സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ സെൽ സ്ലേവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സെല്ലുകളും ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ടുള്ള സെല്ല് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്യുക, ബാക്കിയുള്ളതായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ അത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസിലാണ് എന്താണ്, അതെന്താ വെച്ചാൽ ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ ലിഡോക്കിൻ, മെഗ്നീഷ്യം, അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആർട്ടീരിയൽ ആൻഡ് ടെമ്പറേച്ചർ CPBയിൽ റീവോൺ ചെയ്ത് ഏകദേശം 37°C മെയിൻറ്റെയിൻ ചെയ്യണം. സെറൈൻ ഗ്ലൂക്കോസ് ലെവൽ ഏകദേശം <140 mg/dL ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കാർഡിയോട്ടമി, സക്ഷൻ ആസ്പിറേറ്റ് ഒക്കെ ചെയ്ത് സെൽ സേവർ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത്. ഇത്രയാണ് നമുക്ക് ഇതിൽ ഡീൽ ചെയ്യാനുള്ളത് കേട്ടോ.